നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി പ്രോസസ് ഗൈഡ്, ഒപ്റ്റിക്കൽ ഷോപ്പ് സ്റ്റാഫ് അല്ലെങ്കിൽ ഒപ്റ്റിയോമെട്രിസ്റ്റ്. നമ്മളുടെ അൽഫ ഐ കെയറിൽ നമ്മൾ ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ദിവസവും നമ്മളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഏരിയയിൽ നമുക്ക് ചെയ്യേണ്ട ഡെയിലി പ്രോസസ്സുകളെ കുറിച്ചാണ്. ഞങ്ങൾ 3 സ്റ്റാഫാണ് ഒരേ സമയം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 3 സ്റ്റാഫുകളാണ് ഓൾവേസ് നമുക്ക് അവിടെ വേണ്ടത്. നമ്മളുടെ വർക്കിംഗ് സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 സ്റ്റാഫുകളും 3 സ്റ്റാഫ് എ, സ്റ്റാഫ് ബി, സ്റ്റാഫ് സി എന്ന് പറഞ്ഞിട്ട് 3 സ്റ്റാഫുകളുടെ പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്മളതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാഫ് എ, സ്റ്റാഫ് ബി, സ്റ്റാഫ് സി എന്ന് പറയുന്ന 3 ആളുകളും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒപ്റ്റിയോമെട്രിസ്റ്റ് ആയിരിക്കും. അവരിൽ തന്നെ ഓരോ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിൽ സെയിൽസ് സ്കില്ല് കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് ചിലപ്പോ നമ്മളുടെ ട്രെയിനീസ് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബഡീസ് ഒക്കെ കൂടെ ഉണ്ടാവാം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അഡീഷണൽ സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ല, ഓരോ സ്റ്റാഫിന്റെയും അണ്ടറിൽ ഓരോരുത്തർ എന്നുള്ള രീതിയിലാണ് ഈ പ്രോസസ്സുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സ്റ്റാഫ് എ ഐ ടെസ്റ്റിംഗ് എന്നുള്ള ഏരിയയിലാണ്, ഐ ടെസ്റ്റിംഗ് ഇൻചാർജ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. അയാളുടെ ഗോൾ എന്താ വെച്ചാൽ കൃത്യതയാർന്ന ടെസ്റ്റുകൾക്കൊക്കെ വളരെ അക്യുറസി ഉണ്ടാവാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ ആവശ്യമായ പേഷ്യൻസിനെ ആവശ്യമായ രീതിയിൽ റെഫർ ചെയ്യുക. ഇപ്പൊ ചില പേഷ്യൻസിനെ ഡോക്ടറെ മീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് നമുക്ക് അവരെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ രൂപത്തിലാണ് ഫസ്റ്റ് നമ്മുടെ ഗോൾ ഉദ്ദേശിക്കുന്നത്. ഡെയിലി പ്രോസസ്സ് വരുന്നത് അവരുടെ മോർണിംഗിൽ വരികയാണെങ്കിൽ എല്ലാ ലാമ്പുകളെല്ലാം സ്വിച്ച് ഓൺ ചെയ്യുക, കാലിബ്രേറ്റ് ചെയ്യുക, ഐ ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം കാലിബ്രേറ്റ് ചെയ്യുക. റിഫ്രാക്ടറേറ്റ്സ് ആവട്ടെ, അതേപോലെ തന്നെ ലെൻസ്, നമ്മുടെ ട്രയൽ ലെൻസ് സെറ്റ്, ലെൻസ് മീറ്റേഴ്സ് അല്ലെങ്കിൽ സിറ്റ് ലാംപ്സ്, ഇതെല്ലാം എന്ത് ചെയ്യാം, കൃത്യമായി അത് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. പിന്നെ അപ്പോയിന്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഐ ടെസ്റ്റിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ലൈസൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിന് വേണ്ടിയിട്ടോ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. അതിന് ഷെഡ്യൂൾ ചെയ്യുക, ഇത്ര സമയത്തിനുള്ളിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഷെഡ്യൂൾ ചെയ്യുക. അത് കൂടാതെ തന്നെ നമ്മൾ ഫ്രീ ഐ ടെസ്റ്റ് കൊടുക്കുന്നത് കാരണം ഇപ്പോഴും നമുക്ക് ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം അലൈൻ ആക്കുക കൃത്യമായിട്ട്, 1 by 1, ആർക്കും അധികം ലാഗ് ചെയ്യാതെ 1 by 1 ആയിട്ട് അവരുടെ ടെസ്റ്റുകൾ നടത്തി കൊടുക്കലാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. പിന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഫോംസ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പവർ എല്ലാം രേഖപ്പെടുത്തിയ ഒരു ഷീറ്റ് ഉണ്ടാവും. ആ ഷീറ്റ് കൃത്യമായിട്ട് നമുക്ക് അവിടെ കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യാൻ, ഇപ്പൊ നമ്മളൊരാള് ഒരു കണ്ണട വാങ്ങിക്കുക അല്ലെങ്കിൽ ലെൻസ് വാങ്ങിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലൊരു നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ പേഷ്യന്റ് റെക്കോർഡ്സ് എല്ലാം അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഡ്യൂറിങ് ദ ഡേ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് അവർക്ക് ചെയ്യാനുള്ളത്. ഡ്യൂറിങ് ദ ഡേ ഒന്ന് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട്. എല്ലാ വരുന്ന ടെസ്റ്റുകൾ ചെയ്യുക, വിഷൻ ആക്യുറസി, റിഫ്രാക്ഷൻ, അതേപോലെ തന്നെ ഫാർ നിയറും ഇതെല്ലാം ചെക്ക് ചെയ്യാം. റിസൾട്ടുകളെല്ലാം സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോമിലോ ഫില്ല് ചെയ്ത് വെക്കാം. കൃത്യമായ ലാംഗ്വേജ്, സിമ്പിൾ ലാംഗ്വേജിൽ ആളുകൾക്ക് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ചില കൂടുതലായിട്ടും മെഡിക്കൽ ടേംസുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ ഒരാള് മെഡിക്കലി കുറച്ചും കൂടി അവെയർ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സാധാരണ ജനങ്ങളോടെല്ലാം സിമ്പിൾ ലാംഗ്വേജിൽ അവരുടെ പ്രോബ്ലംസോ എന്താണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അബ്നോർമൽ ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒഫ്താൽമോളജിസ്റ്റിലേക്ക് റെഫർ ചെയ്യാം. നമുക്ക് എല്ലാ വീക്കിലും വൺസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും ചെയ്യാം. ഓക്കെ, പേഷ്യന്റ് ഫ്ലോക്ക് അനുസരിച്ച് നമുക്ക് അഡീഷണൽ ഒഫ്താൽമോളജിസ്റ്റിനെ ആഡ് ചെയ്യുകയും ചെയ്യാം. ഇത് റെഡ് ഐസ് അല്ലെങ്കിൽ കാറ്ററാക്ട് പേഷ്യൻസ്, അല്ലെങ്കിൽ ഈ ഹെഡ് ഏക്ക് ഉള്ള ആളുകള്, പിന്നെ ഹൈ പവർ ചേഞ്ചസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒഫ്താൽമോളജിസ്റ്റിനെ റെഫർ ചെയ്യേണ്ടതും ആണ്. പിന്നെ ഹൈജീൻ, അതായത് വൃത്തി കീപ്പ് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഈ ട്രയൽ ഫ്രെയിംസും സംഗതികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എല്ലായ്പ്പോഴും ഒരേ സാധനമാണ് ഓരോരുത്തർക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഹൈജീനിഷ്യൻ ഉണ്ടല്ലോ, ഓരോ പേഷ്യന്റ് കഴിഞ്ഞ് അടുത്ത പേഷ്യന്റ് ആകുമ്പോൾ അത് കൃത്യമായി വൃത്തിയാക്കിയിട്ടുണ്ട്, സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ട്രയൽ സെറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ദെൻ ഈവനിങ് ക്ലോസിംഗ് സമയത്ത് എൻഷുർ ആൾ റിപ്പോർട്ട്സ് ആർ അപ്ഡേറ്റഡ് ഇൻ ദ സിസ്റ്റം. ഇപ്പൊ നമ്മൾ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോമിൽ അപ്ഡേറ്റ് ചെയ്യുക, കൃത്യം ഇത്ര പേര് നമ്മൾ ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ
ക്ലീൻ ആൻഡ് കവർ ദ ഇൻസ്ട്രുമെന്റ്സ്. അതായത് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കവർ ചെയ്ത് ക്ലീൻ ആക്കി നീറ്റാക്കി വെക്കുക. പിന്നെ സബ്മിറ്റ് നമ്പർ ഓഫ് ഐ ടെസ്റ്റ് ഡൺ ഡെയിലി സെയിൽസ് റിപ്പോർട്ട്. ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്ക് കൊടുക്കേണ്ട എത്ര പേര് ഐ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നിങ്ങളുടെ ഇൻചാർജ് ആണ് നമുക്ക് എല്ലാ ദിവസവും ഈ പിന്നെ ഡെയിലി റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇത്ര പേരെ പിന്നെ ഐ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള എണ്ണം കൃത്യമായിട്ട് കൊടുക്കുകയും ഡോക്യുമെന്റേഷൻ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക. 2 സ്റ്റാഫ് ബി. ഒരാൾ പറഞ്ഞു അയാൾ എന്ത് ചെയ്യും, അയാൾ വരും, ജസ്റ്റ് ആളുകളുടെ പിന്നെ ടെസ്റ്റ് എല്ലാം ചെയ്യും എന്നൊക്കെ. അപ്പൊ വരുമ്പോ തന്നെ അവർ റിസീവ് ചെയ്യുക, അതൊക്കെയാണ് ഒന്നാമത്തെ ആള് ചെയ്യേണ്ടത്. ഐ ടെസ്റ്റിലേക്ക് പോവാം. ഇനി ഐ ടെസ്റ്റ് നടത്തി അടുത്ത ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ഓക്കെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്ത് വിടാം. എല്ലാവരും അവരെ പിന്നെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇന്ന പ്രോബ്ലം ഒന്നുമില്ല, ഇന്ന അല്ലെങ്കിൽ ഡയറ്റുമായി ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ ഇപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വിടാം. ഇല്ല അവർക്ക് നെക്സ്റ്റ് ഫ്രെയിമോ അല്ലെങ്കിൽ ലെൻസിന്റെ ഒക്കെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഐ ടെസ്റ്റ് ചെയ്ത ആളുകളെ കൃത്യമായിട്ട് പിന്നെ കണ്ണടകൾ എടുക്കാൻ, അത് ടെസ്റ്റിലേക്ക് നയിക്കലാണ് ഈ സ്റ്റാഫ് ബിയുടെ പണി. ഇത് കഴിഞ്ഞാൽ വിശദീകരിക്കേണ്ടത് സ്റ്റാഫ് ബി ആണ്. സ്റ്റാഫ് ബിനെ ഏൽപ്പിക്കാം. അയാളുടെ ഗോൾ ഇതാണ്, കൺവേർട്ട് മാക്സിമം ഐ ടെസ്റ്റ് ഇൻ ടു സ്പെക്ടാക്കിൾ സെയിൽസിലേക്ക്, കണ്ണടകളുടെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. മോർണിംഗിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫ്രെയിമുകളും നീറ്റായി കാറ്റഗറി അറേഞ്ച് ചെയ്യുക. എക്കോണമി റേഞ്ച് ഏതാണ്, പ്രീമിയം റേഞ്ച് ഏതാണ്, ബ്രാൻഡഡുകൾ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്, കിഡ്സിന്റെ ഏതൊക്കെയാണ് ഉള്ളത്. ഓരോ ദിവസവും ചിലപ്പോൾ വേറെ ഐറ്റംസ് മാറ്റി വെക്കും. ഈ കാറ്റഗറിയിൽ നിന്നുള്ള വേറെ ഐറ്റംസ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ മാറ്റി ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ തന്നെ അപ്ഡേറ്റ് സ്റ്റോക്ക് ബോർഡ്, ന്യൂ അറൈവൽസ്, ടോപ്പ് സെല്ലേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ പിന്നെ ബോർഡുകൾ ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യുക. പ്രിപ്പയർ ഡെയിലി ഓഫേഴ്സ്. ഇപ്പൊ നമ്മൾ ഓരോ സമയത്തും ഓഫറുകൾ പറയും അല്ലെ, ബൈ 1 get 1 അല്ലെങ്കിൽ പ്രീമിയം അപ്ഗ്രേഡ്, ബൈ വൺ ഗെറ്റ് 1 അല്ലെങ്കിൽ ബൈ 1 get 2 എന്നുള്ള കുറച്ച് ഓഫേഴ്സ് ഉണ്ടാവും. നമ്മൾ ഓരോ സീസണൽ ഓഫേഴ്സ് നമ്മൾ ഇടും. അതൊക്കെ കൃത്യമായിട്ട് ഈ സ്റ്റാഫ് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. കൃത്യമായിട്ട് ഏതൊക്കെയാണ് അതിലേക്ക് വരുന്നത്, ഈ ഓഫേഴ്സിലേക്ക് വരുന്നത് കൃത്യമായിട്ടുള്ള നോളേജ് അയാൾക്ക് ഉണ്ടായിരിക്കുക. ഡ്യൂറിങ് ദ ഡേ ചെയ്യേണ്ടത് ഗ്രീറ്റ് എവരി ടെസ്റ്റഡ് പേഷ്യന്റ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് വരുന്ന പേഷ്യൻസിനെല്ലാം ഗ്രീറ്റ് ചെയ്യുക, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, മാഡം, സാർ എന്നുള്ള ആ സാധനം മാത്രം ഉപയോഗപ്പെടുത്തുക. ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പേഷ്യൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാഡം അല്ലെങ്കിൽ സാർ എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ നമ്മളുടെ കൊളീഗ്സിനെ ഒന്നുകിൽ അവരുടെ പേര് അല്ലെങ്കിൽ സിസ്റ്റർ, ബ്രദർ, ഈ സംഗതികൾ മാത്രം വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ പേഷ്യൻസ് മുന്നിൽ ഇരിക്കുമ്പോൾ ചേച്ചി അല്ലെങ്കിൽ ഡി എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അതൊന്നും പ്രയോഗിക്കാതിരിക്കുക. കാരണം അതൊരു നമ്മൾ എത്ര ബാക്കിയുള്ളവരോട് നല്ല വൃത്തിക്ക് സംസാരിച്ച് പിന്നെ നമ്മുടെ കൊളീഗ്സിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നല്ല പറയുന്നത്, അത് നമ്മൾ പ്രത്യേകം ചെയ്യുക. കാരണം നമ്മളൊരു ലോക്കൽ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മളൊരു കൊളോക്കിയൽ സംഗതികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ്. പിന്നെ ഒന്ന് അവരെ അത് ഗ്രീറ്റ് ചെയ്യുക, അവിടെ പിന്നെ ലെൻസ്, ഫ്രെയിം, ഇതിലേക്കൊക്കെ അവരെ ഗൈഡ് ചെയ്യുക. എന്തൊക്കെയാണ് അവരുടെ ഒരു പിന്നെ ബഡ്ജറ്റ് എന്ന് നോക്കിയിട്ട് അതിലേക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള സംഗതികൾ അവർ കാണിച്ചു കൊടുക്കുക. ലെൻസിന്റെ ടൈപ്പുകൾ വിശദീകരിച്ചു കൊടുക്കുക. സിംഗിൾ വിഷൻ അല്ലെങ്കിൽ ബൈഫോക്കൽ, പ്രോഗ്രസീവ്, ബ്ലൂ കട്ട്, ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ്, ഇതൊക്കെയുള്ള സംഗതികളെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവുക. അതേപോലെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. പിന്നെ ക്രോസ് സെൽ എന്ന് പറയുന്നത്, ക്രോസ് സെൽ സൺഗ്ലാസസ് ആൻഡ് ലെൻസ് കോട്ടിങ്സ്. അതിപ്പോ സാധാരണ ഒരു ക്രോസ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങുമ്പോൾ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു സംഗതികളും വാങ്ങിപ്പിക്കുന്നതിനാണ് എന്ത് പറയാ, അതുമായി ബന്ധപ്പെട്ട 1-2 സംഗതികൾ കൂടി വാങ്ങിപ്പിക്കുന്നതിനാണ് എന്ത് പറയാ, ക്രോസ് സെൽ എന്ന് പറയാം. അപ്പോ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാല്, നമ്മള് പിന്നെ ഐറ്റം ഒരു സൺഗ്ലാസ് വാങ്ങിച്ചാൽ നമുക്ക് അതിന്റെ കൂടെ ലെൻസും അല്ലെങ്കിൽ ലെൻസിന്റെ കോട്ടിങ്ങുകൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ ആ രൂപത്തിലേക്ക് അവരുടെ ഒരു വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് സെലക്ടഡ് ഐറ്റം ഇട്ട് ഓർഡർ സോഫ്റ്റ്വെയർ. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരാള് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ ലാബിലേക്ക് അയക്കണം. ലാബിലേക്ക് അയക്കാനുള്ള ഓർഡേഴ്സ് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ട് കൊടുക്കുക. എൻഷുർ ദ ബില്ലിംഗ് ഇസ് ഡൺ ഇമ്മീഡിയറ്റ്ലി റെസിപ്റ്റ് ഗിവൺ. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേഷ്യന്റിനെ നമുക്ക് 1/2 മണിക്കൂറിൽ കൂടുതൽ അവരെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കാൻ വേണ്ടി പാടില്ല. പരമാവധി നമ്മളുടെ ഒരു TAT 1/2 മണിക്കൂർ ആവണം. അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ബില്ലിംഗ് എല്ലാം ഇമ്മീഡിയറ്റ് കവർ ചെയ്യിക്കാം. ഓക്കെ, അതായത് ചില കേസുകളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എന്നാലും നമുക്കൊരു ആവറേജ് ടൈം ഒരു 1/2 hour ആയിരിക്കാം.
പിന്നെ പ്രൊവൈഡ് അക്യുറേറ്റ് ഡെലിവറി ഡേറ്റ്, എന്നാണ് നമുക്ക് കൃത്യമായിട്ട് ഇവർക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ടെക്നിക്കൽ ടീംസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ഇൻഫോം ചെയ്യുക. കൂടാതെ അവരുടെ വാട്സപ്പിലേക്ക് അവരുടെ ഡേറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഈവനിങ് ക്ലോസിംഗ് സമയത്ത് റീക്യാൻസൽ ചെയ്യുക. ടോട്ടൽ സ്റ്റോക്ക് ഇൻവെന്ററി എത്ര ഉണ്ടെന്ന് നോക്കുക. പിന്നെ നമ്മുടെ സെയില് ഇന്ന് എത്ര സെയിൽ ചെയ്തിട്ടുണ്ട് നോക്കുക, അത് റീക്യാൻസൽ ചെയ്യുക. റീക്യാൻസൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളുടെ രാവിലെ ഉണ്ടാകുന്ന ഇൻവെന്ററി ഈ സെയിൽ കഴിച്ചാൽ ബാലൻസ് ഉള്ള ഇൻവെന്ററിയും സെയിം ആണെന്ന് ഡബിൾ ചെക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ സെയിൽസ് എത്ര സെയിൽ നടന്നിട്ടുണ്ട്, കൺവേർഷൻ റേറ്റ്, ഒരു 10 പേര് വന്നു 5 പേര് ആണ് നമ്മളുടെ സംഗതി പർച്ചേസ് ചെയ്യുന്നതിന് കൺവേർഷൻ റേറ്റ് എന്നാണ് പറയാ. കൺവേർഷൻ റേറ്റ് 50% ആണെന്ന് ഉറപ്പുവരുത്തുക. ഈ അപ്സെല്ലിംഗ് എല്ലാം നടത്തി, അതായത് സാധാരണ അവർ വാങ്ങിക്കാൻ വേണ്ടി വരുന്നത് അതിന്റെ കൂടെ നമ്മൾ അഡീഷണൽ എന്തെങ്കിലും അപ്സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മളുടെ ഡെയിലി സെയിൽസ് റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്യുക. എൻഷുർ ദ ഡിസ്പ്ലേ ഷെൽഫ്സ് ആർ ക്ലീൻസ്, അതായത് ഡിസ്പ്ലേ വെച്ചിട്ടുള്ള എല്ലാ ഷെൽഫ്സും വളരെ നീറ്റ് ആണ്, ക്ലീൻ ആണ്. ഫ്രെയിംസ് എല്ലാം നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തലോടുകൂടി ഈ സ്റ്റാഫ് ബിയുടെ വർക്കുകൾ, ഒരു ദിവസത്തെ വർക്കുകൾ അവസാനിക്കും. ഇനി സ്റ്റാഫ് സിന്റെ വർക്ക് വരുന്നത് എന്താ വെച്ചാൽ ഡെലിവറിയും അതേപോലെ തന്നെ കസ്റ്റമർ ഫോളോ അപ്പും ആണ്. ഇപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞു, ഒരു സ്റ്റാഫ് എന്ത് ചെയ്തു, കണ്ണ് ടെസ്റ്റ് ചെയ്തു അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവര് നെക്സ്റ്റ് കണ്ണട എടുക്കാൻ വേണ്ടി വന്നു, അവർക്ക് ഫ്രെയിമും ബാക്കിയുള്ള സംഗതികളെല്ലാം നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിന്റെ എന്നാണ് ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്റ്റാഫ് സി ആണ് ചെയ്യേണ്ടത്. അയാൾക്ക് ഡെലിവറി എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ലാബിൽ ചെക്ക് ചെയ്യുക. ലാബിൽ ഏതൊക്കെ പിന്നെ കണ്ണടകളാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്, എന്നാണ് ഡെലിവറി ഉള്ളത്, ഇന്ന് ഡെലിവറി ഉണ്ടോ, ഇന്ന് ആരൊക്കെയാണ് ഉള്ളത്, ഉള്ള ആളുകൾക്ക് നമ്മൾ മുൻകൂട്ടി വിളിച്ചിട്ട് അവരോട് പിക്കപ്പ് ടൈം പറയാം, ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഇത്ര സമയം വരെയാണ് ഉണ്ടാവുക, സാർ അത് അവൈലബിൾ ആണെങ്കിൽ അന്ന് പിക്ക് ചെയ്യണമെന്ന് പറയാം. അതേപോലെ തന്നെ ഡെലിവറി പാക്കറ്റ്സ് കൃത്യമാക്കി വെക്കുക. അവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരയാനും പിടിക്കാനും നിൽക്കരുത്. ഫ്രെയിം, ലെൻസ്, കേസ്, ക്ലോത്ത്, ക്ലീനിങ് മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു കവറിലാക്കിയിട്ട് അവരുടെ പേരും അതിന്റെ മുകളിൽ ലാബിൽ ചെയ്ത് വെക്കുക. ദെൻ അയാൾ വന്നാൽ വിത്തിൻ നോ ടൈം ആളുകൾക്ക് എന്താ പറയാ ഡെലിവറി ചെയ്യാനുള്ള കാര്യങ്ങൾ മൂന്നാമത്തെ സ്റ്റാഫ് സി അറേഞ്ച് ചെയ്യുക. സ്റ്റാഫ് സിയുടെ ഡ്യൂറിങ് ദി ഡേ ഉള്ളത് ഡെലിവറി ചെയ്യുക. അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത്. ഈ ഇന്നലെ സെയിൽ ചെയ്ത അല്ലെങ്കിൽ മുമ്പ് സെയിൽ ചെയ്ത സംഗതികള് ഡെലിവറി ചെയ്യലാണ് സ്റ്റാഫ് സിയുടെ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നെ പേഷ്യന്റ് വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് വെച്ച് നോക്കേണ്ടി വരും. വെച്ച് നോക്കുമ്പോൾ ഫിറ്റിംഗ് ആണോ അല്ലെങ്കിൽ കംഫർട്ട് ആണോ എന്ന് നോക്കുക. അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് ഇത് ലെൻസും പിന്നെ സംഗതികളൊക്കെ ഈ കീപ്പ് ചെയ്യേണ്ടത്, എവിടെ കീപ്പ് ചെയ്യണം, ഇപ്പോൾ ചൂടത്ത് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വാറന്റി ഉണ്ടെങ്കിൽ വാറന്റി ടേംസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് എടുക്കുക. നമ്മളിപ്പോ ഐ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രയാസമൊന്നുമില്ലല്ലോ, സ്റ്റാഫ് എല്ലാം വളരെ കൃത്യമായിട്ടല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, പിന്നെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വേറൊരാളെ സജസ്റ്റ് ചെയ്യോ എന്നൊക്കെ അവരുടെ ഒരു നമ്മളെ ഒരു അഡ്വക്കേറ്റ്സ് ആവുന്ന രീതിയിൽ അവരോട് സംസാരിക്കുക. പിന്നെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കി വെക്കുക. അതായത് ഈ പിന്നെ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് രജിസ്റ്റർ എന്നുള്ള ഒരു ഫോം അവിടെ ഒരു നോട്ട്ബുക്കെങ്കിലും വെക്കുക. ആ നോട്ട്ബുക്കിൽ എന്ത് തരം കംപ്ലൈന്റ് ആണെങ്കിലും, ഒരാൾ ഇന്നത് കൊടുന്നു, ഇന്ന സാധനം, ഇന്ന ബിൽ നമ്പർ, അയാൾക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ നമുക്കൊരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും ഇഷ്യൂസ് എന്താണെന്ന് അറിയാനും അത് ഫോളോ അപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ കസ്റ്റമർ വാട്സപ്പിൽ റിപ്ലൈസ്, അതായത് ഇപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഒരേ സമയം മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറെ പിന്നെ സംഗതികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമൂലം എന്ത് ചെയ്യും, നമ്മളുടെ വാട്സപ്പിലേക്ക് കൊറീസും ഓഫേഴ്സിന് ചില കൊറീസ്, ഡെലിവറിയെ കുറിച്ചുള്ള കൊറീസ് ഒക്കെ വരും. അതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ സ്റ്റാഫ് സി, മൂന്നാമത്തെ സ്റ്റാഫാണ്. ഈവനിങ്ങിൽ ചെക്ക് ഓർഡേഴ്സ് സ്റ്റാറ്റസ്, പെൻഡിങ് കസ്റ്റമേഴ്സ് ഉണ്ടോ, ഇന്നത്തെ ഓർഡേഴ്സ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഓർഡറുകൾ കൊടുത്തിട്ടുണ്ടോ, പെൻഡിങ് കസ്റ്റമേഴ്സ് എത്ര പേരുണ്ട്, നെക്സ്റ്റ് ഡേ ഡെലിവറി അല്ലെങ്കിൽ ഫോളോ അപ്പ് കോൾസ് ലിസ്റ്റ് ചെയ്യാം. പിന്നെ ഈ സബ്മിറ്റ് ദ കസ്റ്റമർ ഫോളോ അപ്പ് റിപ്പോർട്ട് ഇൻ DSR നമ്മളല്ലോ, അത് ഡെയിലി സെയിൽസ് റിപ്പോർട്ടിലേക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, ഏത് സ്റ്റാഫ് സിയുടെ കോൺട്രിബ്യൂഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി സെയിൽസ് റിപ്പോർട്ട് റെഡിയാവും. അതിന്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാം. ദെൻ ഡെയിലി റൊട്ടേഷൻ സിസ്റ്റം. ഇപ്പൊ നമ്മൾ സ്റ്റാഫ് 1, സ്റ്റാഫ് എ, സ്റ്റാഫ് ബി, സ്റ്റാഫ് സി എന്ന് പറഞ്ഞു. ഈ ഓരോ 3 ദിവസം, ഒരു ദിവസം ഒരാൾ ഒന്നിൽ നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആളാണ് അടുത്ത ഏരിയയിൽ സ്റ്റാഫ് ബി ഫോളോ അപ്പിലായിരിക്കും വേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റാഫ് എ ഒന്നാമത്തെ ദിവസം ടെസ്റ്റിംഗ് ആണെങ്കിൽ സ്റ്റാഫ് എ രണ്ടാമത്തെ ദിവസം സെയിൽസിലായിരിക്കും, മൂന്നാമത്തെ ദിവസം ഫോളോ അപ്പിലായിരിക്കും.
ഇങ്ങനെ ഓരോരുത്തരും റൊട്ടേഷൻ കീപ്പ് ചെയ്യുക. അതുമൂലം സ്റ്റാഫുകൾക്ക് ഉണ്ടാവുന്ന സ്കില്ല് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, സ്കില്ല് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ടെസ്റ്റിങ്ങിലുള്ള സ്കില്ല്, സെയിൽസിലുള്ള സ്കില്ല്, സർവീസിലുള്ള സ്കില്ല്, ഈ സംഗതികളൊക്കെ ഒന്ന് പിന്നെ ഈ ഡിപ്പെൻഡൻസി ഒന്ന് റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആൽഫ ഐ കെയറിൽ നമ്മളുടെ പ്രോസസ്സുകളായിട്ട് പറയുന്നത്. താങ്ക് യു.